തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ ഏറെ സ്നേഹമുള്ള ദൈവജനമേ, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ പരിശുദ്ധ അമ്മ പ്രഖ്യാപിക്കുകയാണ്. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മ ഉദ്ഘോഷിക്കുന്നത് ഞാൻ ഭാഗ്യവതി ആണെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് ആത്മീയ വിചിന്തനത്തിന് വേണ്ടി നമുക്ക് നൽകുന്ന വിഷയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ഭാഗ്യം ചെന്ന മനുഷ്യരാണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഒരുപക്ഷേ ഭാഗ്യമില്ലാത്ത ജന്മം, ഭാഗ്യം നഷ്ടപ്പെട്ടവർ, എനിക്കൊന്നും ഭാഗ്യമില്ല, മറ്റുള്ളവർക്കൊക്കെയാണ് ഭാഗ്യം എന്നൊക്കെ കരുതുന്നവരാണ് നമ്മളിൽ അനേകം പേര്. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ അല്പസമയം നമുക്ക് വിചിന്തനത്തിന് ഏറ്റെടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കട്ടെ. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവേ, ഈ ഭൂമി ജീവിതത്തിൽ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെ ഓർത്തുകൊണ്ട് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും അറിഞ്ഞുമറിയാതെയും ഈ സൗഭാഗ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാണെന്ന് തിരിച്ചറിയാതെ പലപ്പോഴും പിറുപിറുക്കുകയും അസ്വസ്ഥപ്പെടുകയും കുറ്റം പറയുകയും ചെയ്യുന്ന സ്വഭാവ സവിശേഷതകൾ ഞങ്ങളിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവെ, ഞങ്ങൾക്ക് അനുഗ്രഹം വേണം. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഭാഗ്യവതിയെ, ഞങ്ങൾക്ക് വേണ്ടി കൂട്ടായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ നമ്മുടെ വിഷയം ഭാഗ്യമാണ്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഭാഗ്യമുണ്ടോ? ഒരുപക്ഷെ ജീവിത പങ്കാളി ഓർത്തുകൊണ്ട് ഭാഗ്യപ്പെട്ട ജീവിതമല്ല എന്ന് ചിന്തിക്കുന്നവരാണോ നീ? നിൻ്റെ കുടുംബത്തെ ഓർത്തുകൊണ്ട് ഭാഗ്യമില്ലാത്ത വീടാണല്ലോ എന്നോർത്തുകൊണ്ട് ചിന്തിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ പരിശുദ്ധ അമ്മ വലിയൊരു കാര്യം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഈ ആയിരിക്കുന്ന അവസ്ഥയുടെ നടുവിൽ ഒരു വലിയ ഭാഗ്യം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ ഞാൻ ഭാഗ്യവതിയാണെന്ന് പ്രഖ്യാപിക്കുന്നത് എവിടെ വെച്ചാണ്? ഏത് അവസരത്തിലാണ്? പ്രിയപ്പെട്ടവരെ, വളരെ സാധാരണക്കാരിയായ മറിയം എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വളരെ അപ്രതീക്ഷിതമായിട്ട് ദൈവദൂതൻ്റെ സന്ദേശം എത്തുന്നു. ഈ സന്ദേശം ആ മറിയം എന്ന് പറയുന്ന പെൺകുട്ടി സ്വീകരിക്കുന്നു. അതിനുശേഷം ഏറ്റവും അടുത്ത നടപടി എന്ന് പറയുന്നത്, നിലപാടെന്ന് പറയുന്നത്, ചർച്ചക്കാരിയായ എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീയെ അതാ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയുള്ള ഓട്ടമാണ്. രക്ഷാകര ചരിത്രത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു രംഗം. വൃദ്ധയായ, വന്ധ്യയായ ഒരു കുഞ്ഞിന് ഗർഭം ധരിക്കാൻ സാധ്യതയില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു സ്ത്രീയാണ് ഇതാ ഗർഭം ധരിച്ചിരിക്കുന്നത്. ആ ശുശ്രൂഷിക്കാൻ വേണ്ടി ഓടുന്നതാരാണ്? കല്യാണം കഴിച്ചിട്ടില്ലാത്ത, പുരുഷനറിഞ്ഞിട്ടില്ലാത്ത, ഇതാ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. അപ്പോൾ 2 സ്ത്രീകൾ. അപ്പോൾ എലിസബത്ത് എന്ന് പറയുന്ന ആ സ്ത്രീയുടെ വീട്ടിലാണ് മറിയം. അപ്പോൾ മറിയത്തിൻ്റെ അവസ്ഥ എന്താണ്? മറിയവും ഗർഭവതിയാണ്, മറ്റേത് പൂർണ്ണ ഗർഭവതി. പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം സംഭവങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം, യഹൂദ പാരമ്പര്യത്തിൽ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ ഗർഭവതിയാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു പാപമുണ്ടോ? കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാം, ദേശത്ത് നിന്ന് ആട്ടി ഓടിക്കപ്പെടാം, എന്തോരം വലിയ ദുരന്തങ്ങളുടെ സാധ്യതകൾ. ഈ ദുരന്തങ്ങളുടെ എല്ലാം സാധ്യതകളെ സ്വീകരിച്ചുകൊണ്ടാണ് മറിയം എലിസബത്തിൻ്റെ വീട്ടിലുള്ളത്. എലിസബത്തിൻ്റെ വീട്ടിൽ എലിസബത്തിനെ ശുശ്രൂഷ ചെയ്യുമ്പോഴാണ് മറിയം പ്രഖ്യാപിക്കുന്നത്, തലമുറയോളം എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ഈ തിരുവചന ഭാഗം
പല മേഖലകളിലും വെളിപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധ മറിയത്തെ ഭാഗ്യവതി എന്നാണ് വിളിക്കുന്നത്. മറിയം മാത്രമല്ലല്ലോ ഭാഗ്യവതി എന്ന് പറയുന്നത്, മറിയത്തെ കണ്ട സ്ത്രീയും ഭാഗ്യവതി എന്നാണ് പറയുന്നത്. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 41 മുതലുള്ള തിരുവചനത്തിൽ ഇങ്ങനെയുണ്ട്. അതായത് എലിസബത്ത് മറിയത്തെ കണ്ടു കഴിയുമ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. മറിയത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് എലിസബത്ത് പറയുകയാണ്, ദേ ഇത് അനുഗ്രഹീതയാണ്, ഭാഗ്യവതിയാണ്. പ്രിയപ്പെട്ടവരെ, ഇതിനു മാത്രം എന്തു ഭാഗ്യമാണ് മറിയത്തിനുള്ളത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിനു മാത്രം എന്തു ഭാഗ്യമാണ് മറിയത്തിനുള്ളത്? ക്രിസ്മസിൻ്റെയൊക്കെ കാലയളവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ പേര് മംഗളവാർത്ത കാലഘട്ടമെന്നാണ്. എന്തു മംഗളകരമായ കാര്യമാണ് ഇവിടെയുള്ളത്? കല്യാണത്തിന് മുമ്പ് പ്രസവിക്കുന്നത് മംഗളകരമായ കാര്യമാണോ? ഒരു പുരുഷൻ അറിഞ്ഞിട്ടില്ലാത്ത സ്ത്രീ പ്രസവിക്കുന്നത് മംഗളകരമായ കാര്യമാണോ? പ്രിയപ്പെട്ടവരെ, അമംഗളകരമായ കാര്യങ്ങളുടെ നടുവിലാണ് മംഗളകരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഭാഗ്യവതി എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുള്ള കുറേയേറെ സങ്കല്പങ്ങളും നമ്മളൊക്കെ ഇന്നോളം കണ്ടിട്ടുള്ള ഭാഗ്യത്തിന് നേർ വിപരീതമായ ഒരു ഭാഗ്യം. നമ്മളൊക്കെ സാധാരണഗതിയിൽ ആർക്കാണ് ഭാഗ്യം എന്ന് പറയുന്നത്? എന്തിനെ കണ്ടിട്ടാണ് ഭാഗ്യം എന്ന് പറയുന്നത്? ഒരു ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ഭാഗ്യവാൻ. ലോട്ടറിയുടെ പരസ്യം തന്നെ അങ്ങനെയല്ലേ? ഇന്നത്തെ ഭാഗ്യവാൻ, നാളത്തെ ഭാഗ്യവാൻ, നാളത്തെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലോട്ടറി കൊണ്ടുവരുന്നത്. അപ്പം ലോട്ടറി എടുക്കുമ്പോൾ എന്താണ്? ഒരു ഭാഗ്യവാനാകണം. പണം കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. മറ്റുള്ളവരെക്കാൾ കേമനായി കഴിഞ്ഞാൽ ഭാഗ്യം. പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. നല്ല വീട് പണിതാൽ, കാറ് വാങ്ങിയാൽ, ഉന്നത ജീവിത അവസ്ഥകൾ കിട്ടിയാൽ ഭാഗ്യം. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്തും നമ്മൾ കാണുന്ന ജീവിത മേഖലകളിൽ, ഭൗതികമായ കാര്യങ്ങളിൽ ഉയർച്ച കിട്ടിക്കഴിഞ്ഞാൽ ഭാഗ്യം. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ ഈ ഭാഗ്യം വല്ലാണ്ടങ്ങ് മത്തുപിടിപ്പിച്ചിട്ടുണ്ട്. ഭാഗ്യത്തിന് വേണ്ടി മനുഷ്യൻ തന്നെ പരക്കം പായുകയാണ് അല്ലേ? നമ്മളൊക്കെ കാണുന്നില്ലേ ഭാഗ്യമോതിരം? ചില മോതിരം വാങ്ങി കയ്യിലിട്ട് കഴിഞ്ഞാൽ ഭാഗ്യമോതിരം. ഞാൻ ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുമ്പ് സെമിനാരി പഠന കാലഘട്ടത്തിൽ എറണാകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് ബസ്സിൽ ഞാൻ ഇരിക്കുന്നു. ആ സമയത്ത് നിറച്ച ആളുകളുണ്ട്. അപ്പോൾ ഒരു സ്ത്രീ, പാവപ്പെട്ടൊരു സ്ത്രീ, കയ്യിൽ കുറേ സഞ്ചിയൊക്കെ ആയിട്ട് ആ ബസ്സിലോട്ട് കയറി വന്നു. എന്നിട്ട് നിറച്ച് ബസ്സിൽ, KSRTC ബസ്സാണ്, ബസ് സ്റ്റാൻഡിലെ ബസ്സാണ്, എല്ലാവരും നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സ്ത്രീ എല്ലാവരുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് അവരുടെ കയ്യിലുള്ള മോതിരങ്ങൾ, കുറേ മോതിരങ്ങളുണ്ട്, ആ മോതിരത്തെക്കുറിച്ച് ശക്തമായി വാചാലതയോടെ പ്രസംഗിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഈ മോതിരം വാങ്ങി നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നം മാറും, നിങ്ങൾക്ക് ഭാഗ്യം കിട്ടും, ഇത് ഭാഗ്യമോതിരമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമുണ്ടോ? ദേ ഈ മോതിരം വാങ്ങി ധരിച്ചാൽ മതി, നിങ്ങളുടെ പ്രശ്നം തീരും. നിങ്ങൾക്ക് ജോലിയിൽ ഉയർച്ച വേണോ? മോതിരം വാങ്ങി ധരിച്ചാൽ മതി. എന്നു വേണ്ട, ജീവിതത്തിൻ്റെ സകല തകർച്ചകൾക്ക് ഉത്തരം ഏതാണ്? ഭാഗ്യമോതിരം. അപ്പോൾ ഈ സ്ത്രീ ഇത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തു. ബസ്സിലുണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. വളരെ വിലയാണെങ്കിലും അത്ര വലിയതൊന്നുമില്ല. പലരും ഇത് വാങ്ങുന്നുമുണ്ട്. എൻ്റെ അടുത്തുകൂടെ ഈ സഹോദരി വന്നപ്പോൾ ഞാൻ ഈ സ്ത്രീയെ നോക്കി, നന്നായിട്ട് പാവം, അതിനെ കണ്ടിട്ട് തന്നെ ഒരു ഭാഗ്യവുമില്ലാത്ത ഒരു മുഖഭാവം. അപ്പം ഞാൻ ഈ സ്ത്രീയോട് ചോദിച്ചു, ചേച്ചി, ഇത്രയും വലിയ ഭാഗ്യമോതിരം, ഭാഗ്യമാണല്ലോ ഇത് മുഴുവൻ, സമ്പത്തും ജോലിയും കുടുംബത്തിലെ സമാധാനമൊക്കെ അടങ്ങുന്ന ഭാഗ്യത്തിൻ്റെ കെട്ടാണല്ലോ കയ്യിലിരിക്കുന്നത്, ഇത്രയും വലിയ കെട്ട് മോതിരങ്ങളുമായിട്ട് ജീവിച്ചിട്ട് എന്തുകൊണ്ടാണ് സഹോദരിയുടെ ജീവിതത്തിൽ ഭാഗ്യമില്ലാത്തത്? ആ സ്ത്രീ എന്നെ നോക്കിയിട്ട് പറഞ്ഞു, കഞ്ഞി കുടിച്ചു പോകണ്ടേ, ശല്യപ്പെടുത്തരുത്, കഞ്ഞി കുടിച്ചു പൊക്കോട്ടെ, ശല്യപ്പെടുത്തരുത്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗ്യത്തിൻ്റെ കെട്ടുമായിട്ട് നടക്കുന്ന ഈ സ്ത്രീക്ക് ഭാഗ്യമില്ല. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വർദ്ധിക്കുന്നുണ്ട്, ശക്തമായിട്ട് വർദ്ധിക്കുന്നുണ്ട്. കുറേ നാളുകൾക്ക് മുമ്പ് കേരളത്തിനടുത്തുള്ള ഒരു സംസ്ഥാനത്തുള്ള കുറച്ച് ആളുകൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ വന്ന് കുറേ കുടം വിതരണം ചെയ്തു. കറുത്ത കുടം. ഈ കുടം വാങ്ങി നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് സ്വർണ്ണക്കുടമായി മാറും. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയോ,
എത്ര പേരാണെന്നറിയോ പല പല വീടുകളിലും വെച്ചത്? അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ട്, ഷോ വിവരമില്ലാത്ത ആളുകൾ ആ കുടം വാങ്ങി വെച്ചല്ലോ, വിവരമില്ലാത്ത ആളുകൾ ആ മോതിരം വാങ്ങിയല്ലോ. വിവരമില്ലാത്ത ആളുകൾ മാത്രമല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത നിലവാരമുള്ളവർ, ഞാൻ അറിഞ്ഞ പ്രകാരം ഒരു ജില്ലാ കളക്ടർ പോലും ഇത് വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, കറുത്ത കുടം വീണ്ടും കറക്കുകയല്ലാതെ അതൊന്നും സ്വർണ്ണക്കുടമായി മാറിയില്ല. കൊണ്ട വിറ്റവർക്ക് നല്ല പണവും കിട്ടി. മനുഷ്യനെ പറ്റിക്കാൻ വളരെ എളുപ്പമാണ്, പ്രത്യേകിച്ച് മലയാളിനെ പറ്റിക്കാൻ എളുപ്പമാണ്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരിക്കലും നമ്മളെ മറ്റുള്ളവർക്ക് പറ്റിക്കാൻ പറ്റില്ലെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. ഈ ലോകത്തെവിടെയുള്ള മലയാളികളുടെയും വലിയ ഒരു ആത്മീയ വിശ്വാസമാണ്. എന്താണ്? ആർക്കും എന്നെ പറ്റിക്കാൻ പറ്റില്ല. ഈ സത്യത്തിൽ ഏറ്റവും നന്നായി പറ്റിക്കാൻ പറ്റുന്നത് ആരെയാണ്? മലയാളിയാണ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും ഈ മലയാളികളാണ്. ചുറ്റുവട്ടത്തുള്ള ഓരോ സംഭവങ്ങൾ എടുത്ത് നോക്കിക്കേ, ഓരോ സംഭവങ്ങളും അല്ലേ, ആ ഓരോ സംഭവങ്ങളും എന്താണ് പഠിപ്പിക്കുന്നത്? ഇഷ്ടം പോലെ തട്ടിപ്പിൻ്റെ കഥകളാണ്. പത്രമെടുത്ത് വായിച്ച് നോക്കിക്കേ, തട്ടിപ്പിൻ്റെ കഥകളാണ്, തട്ടിപ്പിൻ്റെ പുതിയ 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 കഥകൾ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, ഭാഗ്യത്തിനു വേണ്ടിയുള്ള അന്വേഷണം നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമാണ്. എന്താണ് ഈ ഭാഗ്യമെന്ന് പറയുന്നത്? കുറേ സാധനങ്ങൾ വാരിക്കി കൂട്ടുക, ലോകത്തിൻ്റെ അംഗീകാരം കിട്ടുക, സമ്പത്ത് നേടുക എന്ന് തുടങ്ങി നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഭാഗ്യത്തെക്കുറിച്ചുള്ള ചിന്ത വളരെ വ്യത്യസ്തമാണ്. ഈ ഭാഗ്യത്തിന് വേണ്ടിയുള്ള ഓട്ടമുണ്ട്. ചാനലുകളിലൊക്കെ പരിശോധിച്ച് നോക്കിക്കേ, പരസ്യം പോലെ വരുന്നില്ലേ ചിലത്? നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്ര മോതിരം, നിങ്ങളുടെ വീട്ടിൽ ഈ ആമ, നിങ്ങളുടെ വീട്ടിൽ ഈ പ്രതിമ, അല്ലേ, ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭാഗ്യം കിട്ടും, ഭാഗ്യം കിട്ടും. അത് കുടമായും പ്രതിമയായും ചില രൂപങ്ങളായൊക്കെ നമ്മുടെയൊക്കെ മനസ്സിൽ സ്ഥാനം പിടിക്കുന്നു. അതിനുവേണ്ടി ആളുകൾ പരക്കം പായുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ നൽകുന്ന ഭാഗ്യം നേർവിപരീതമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ അഷ്ടസൗഭാഗ്യങ്ങൾ പഠിപ്പിക്കുന്നില്ലേ? ഈ അഷ്ടസൗഭാഗ്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഈശോ കാണിച്ചു തന്ന ഭാഗ്യം അത് ഏത് ഭാഗ്യമാണ്? വായിച്ചു കഴിഞ്ഞാൽ നമുക്കാകെ അസ്വസ്ഥത വരും. കാരണം നമ്മൾ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഭാഗ്യങ്ങളൊന്നുമല്ല ഈ ബൈബിളിലുള്ളത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 2-ാം തിരുവചനം മുതൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. ശാന്തശീലർ ഭാഗ്യവാന്മാർ, അവർ ഭൂമി അവകാശമാക്കും. നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. നീതിക്കു വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണ്. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ. എന്നിങ്ങനെ കർത്താവായ യേശു നൽകിയ ഭാഗ്യം. പ്രിയപ്പെട്ടവരെ, അതെന്തിനെക്കുറിച്ചാണ്? ജീവിതത്തിൽ നീ സങ്കടപ്പെടുമ്പോൾ നീ ഭാഗ്യപ്പെട്ട ജീവിതമാണ്. കാരണം നിൻ്റെ സങ്കടത്തിലൂടെ കർത്താവ് ചില അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ തലയ്ക്കകത്ത് നമ്മൾ കണ്ടതും കേട്ടതുമല്ല ഭാഗ്യം, മറിച്ച് അതിനൊക്കെ അപ്പുറം ചില ഭാഗ്യങ്ങളുണ്ടെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 8 ഭാഗ്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഈശോ പറഞ്ഞതെങ്കിൽ ലൂക്കാ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ 9-ാമതൊരു ഭാഗ്യം പഠിപ്പിക്കുന്നു. എന്താണ് ഈ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 45-ാം തിരുവചനം. ലൂക്കാ സുവിശേഷം 1:45 പരിശുദ്ധ അമ്മയിലൂടെ തന്നെ ആ മനോഹരമായിട്ടുള്ള ഭാഗ്യത്തിൻ്റെ ഡെഫിനിഷൻ, നിർവചനം പ്രഖ്യാപിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 1:45 വചനം പഠിപ്പിക്കുന്നു: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 9-ാമത്തെ ഭാഗ്യമാണിത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ഭാഗ്യത്തിന് കൃത്യം വ്യക്തമായി ഒരു ഡെഫിനിഷൻ ഇതാ കൊടുക്കുകയാണ്. ആര് അരുളി ചെയ്ത കാര്യങ്ങൾ? കർത്താവ്
അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയണം. കർത്താവ്, ദൈവം അരുളി ചെയ്ത കാര്യം നിറവേറുമെന്ന് വിശ്വസിച്ചവൾ. നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ, ആ പാവപ്പെട്ട മറിയമെന്ന് പറയുന്ന പെണ്ണിനോട് ദൈവത്തിൻ്റെ ദൂതനത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മറിയം അത് ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിച്ചു. ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിച്ചു. തലയ്ക്കകത്തല്ല സ്വീകരിച്ചത്, ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ചു. തലയ്ക്കകത്ത് സ്വീകരിച്ചാൽ എന്താ കുഴപ്പം? തല എന്ന് പറയുന്നത് കാര്യകാരണ സഹിതം ചിന്തിക്കുന്ന സ്ഥലമാണ്. അവിടെ കണക്ക് കൂട്ടി നോക്കും. മറിയം തലയ്ക്കകത്താണോ സ്വീകരിച്ചത്? മറിയം തലയ്ക്കകത്ത് സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? തലയ്ക്കകത്ത് സ്വീകരിച്ചിരുന്നെങ്കിൽ മറിയം ഇങ്ങനെ ചിന്തിക്കും, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. സ്വാഭാവികമായും മറിയം അങ്ങനെ ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ചില കാര്യങ്ങൾ സംഭവിച്ചു കഴിയുമ്പോൾ മറിയം പറയുന്നു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ സ്വീകരിച്ചത്, ഹൃദയത്തിലാണ് ഞാൻ സ്വീകരിച്ചത്. മറിയത്തിൻ്റെ ഈ നിലപാട് ബൈബിളിലുടനീളം പിന്നീട് നമ്മൾ കാണും. അത് പറഞ്ഞതിന് ശേഷം ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം ദൂതൻ മറഞ്ഞു. നിങ്ങൾ പിന്നീട് എവിടെയെങ്കിലും ഈ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതായിട്ട് വായിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, പിന്നീട് ഒരിക്കലും ദൂതൻ മറിയത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പക്ഷേ മറിയം അവിടെ നിന്നുകൊണ്ട് ആ തീരുമാനം എടുത്തപ്പോൾ മുതൽ ഭാഗ്യപ്പെട്ട ജീവിതമായി പ്രഖ്യാപിക്കുകയാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ടൊരു തീരുമാനം. ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. പല സന്ദർഭങ്ങളിലും മറിയം ഇത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലൂക്കാസ് സുവിശേഷത്തിൽ തന്നെ 2-ാം അധ്യായം 51-ാം തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ഈശോയെ ദേവാലയത്തിൽ കൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, 3-4 ദിവസമായിട്ട് പിന്നെ കാണാനില്ലാണ്ടായി. അവസാനം കണ്ടു കിട്ടിയപ്പോൾ ചോദിച്ചതാകട്ടെ വലിയ വലിയ കാര്യങ്ങൾ. ഈശോ ചോദിച്ചതൊന്നും ആ പാവപ്പെട്ട മറിയത്തിന് മനസ്സിലായില്ല. ബൈബിളിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു, അവൾ അവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തലയിലല്ല, ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവിടെ മുതൽ മാറുകയാണ്. ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രിയപ്പെട്ടവർ, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ, ദൈവത്തിന് തിരുമുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രഖ്യാപിച്ചവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തലയ്ക്കകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? തലയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഉത്തരവുണ്ടോ? എന്തുത്തരവുള്ളത്? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്ക് ഭാഗ്യപ്പെട്ട ജീവിതം വേണോ? ഭാഗ്യപ്പെട്ട ജീവിതം വേണമെങ്കിൽ ഇതാ വചനം നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ ജീവിച്ചാൽ നിനക്ക് ഭാഗ്യവാനാകാം, ഭാഗ്യവതിയാകാം. എന്താണത്? ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കുക. ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നാട്ടുകാർ പറയുന്ന കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കുകയല്ല, നിൻ്റെ തലയ്ക്കകത്ത് തോന്നുന്ന കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കുകയല്ല, മറിച്ച് ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ നിറവേറും എന്ന് വിശ്വസിക്കുക. നിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ, നീ ആയിരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നിൻ്റെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ നിനക്കെന്ത് തോന്നുന്നു? ഒരു പക്ഷേ ഏതെങ്കിലും കാര്യങ്ങൾ അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണോ? ഭാഗ്യമില്ല, എല്ലാം തകർന്നു, ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ മുമ്പിൽ കർത്താവ് ഇതാ ഭാഗ്യത്തിൻ്റെ ജീവിതം വെച്ചു തരികയാണ്. ജെറമ്യാ പ്രവചനം 29-ാം അധ്യായം 11-ാം തിരുവചനം. വചനം പഠിപ്പിക്കുന്ന എന്താണ്? ദൈവത്തിന് എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തളർന്നു പോകാനല്ല, ജീവിതത്തിൽ അനുഗ്രഹത്തോടെ ജീവിക്കാൻ. അപ്പോൾ എന്തു ചെയ്യണം? പരിശുദ്ധ അമ്മ തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ തലയ്ക്കകത്ത് സൂക്ഷിക്കാതെ ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുക. ഈ വചനം ജെറമ്യ 29:11. ദേ, ഈ സമയം നിൻ്റെ ഹൃദയത്തിങ്കിലേക്ക് നീ സ്വീകരിച്ചോ. ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിച്ചോ. ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് നീ പ്രഖ്യാപിക്കണം, അതെ എൻ്റെ ജീവിതം അത് നശിക്കാനുള്ളതല്ല. തലയ്ക്കകത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ ഉത്തരമില്ല. ഒരുപക്ഷെ നീ വലിയ തകർച്ച നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്നെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. എന്ത് പദ്ധതി? തലയ്ക്കകത്ത് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു കൊണ്ടേയിരിക്കും.
ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുക. ഹൃദയത്തിങ്കിലേക്ക് സ്വീകരിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഇതൊന്നും നമ്മുടെ ബുദ്ധിയിൽ ഒതുങ്ങുന്നതല്ല, നമ്മളെക്കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. അപ്പോൾ എന്തു ചെയ്യും? ഹൃദയത്തിൽ സ്വീകരിക്കുക. പരിശുദ്ധ അമ്മ അങ്ങനെയാണ് ഭാഗ്യപ്പെട്ട ജീവിതം പ്രഖ്യാപിച്ചത്. ഞാൻ ഭാഗ്യവതിയാണ്. തലമുറയോളം, 1-2 തലമുറയല്ല, തലമുറയോളം ഞാൻ ഭാഗ്യവതിയെന്ന് വിശേഷിപ്പിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്ന് പരിശുദ്ധ അമ്മയോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മയോട് നിനക്ക് വണക്കമുണ്ടെങ്കിൽ, അതെവിടുന്ന് ആരംഭിച്ചതാ? പരിശുദ്ധ അമ്മയെടുത്ത ആ നിലപാടിൽ നിന്ന്. ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസി. ആരാണ് ദാസനും ദാസിയും എന്ന് പറയുന്നത്? യജമാനൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തീരുമാനിക്കുന്ന വ്യക്തി. യജമാനൻ പറയുന്ന കാര്യങ്ങൾ കണ്ണും പൂട്ടി വിശ്വസിക്കുകയും ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ദാസൻ അഥവാ ദാസി. ഈ ദാസിക്കും ദാസനും സ്വന്തമായ എന്തെങ്കിലും അഭിപ്രായമുണ്ടോ? ഒരഭിപ്രായവുമില്ല. സ്വന്തമായിട്ട് എന്ത് ഐഡൻറ്റിറ്റിയാണ് ഉള്ളത്? ഒരൈഡൻറ്റിറ്റി ഇല്ല. അവരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അവരുടെ യജമാനൻ കൊടുക്കുന്ന ഐഡൻറ്റിറ്റിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ വെറും ദാസനും ദാസിയുമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദൈവം നൽകുന്ന ഐഡൻറ്റിറ്റിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ്, നമുക്കൊരു പ്രിവിലേജ് കർത്താവ് ഒരുക്കി വയ്ക്കുന്നു. അതെന്താണ്? നമ്മൾ ദൈവ മക്കളുടെ ഒരു സാന്നിധ്യം. നമ്മൾ ദൈവ മക്കളാണ്. കർത്താവായ യേശു നമ്മളിതെ ഉയർത്തുകയാണ്. ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരികയാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, നീ ദാസനെന്നും ദാസിയെന്നും പ്രഖ്യാപിക്കുമ്പോൾ യജമാനൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ തീരുമാനിക്കുന്ന വ്യക്തിയാണ്. നിൻ്റെ യജമാനൻ നിൻ്റെ ദൈവമാണ്. ആ ദൈവം നിന്നെ ഈ ദാസൻ്റെയും ദാസിയുടെയും സ്ഥാനത്തേക്ക് നീ നിന്നെ തന്നെ ഉയർത്തുമ്പോൾ ദൈവം നിന്നെ ഉയർത്തുന്നത് എന്താണ്? ദൈവം നിന്നെ ഉയർത്തുന്നത് ദൈവമകൻ്റെ, ദൈവമകളുടെ സ്ഥാനത്തേക്കാണ്. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു മനസ്സ്. ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാനുള്ള ഒരു മനസ്സ്. ഒരു പക്ഷേ അല്പം ബുദ്ധിമുട്ടാവും. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതനുസരിച്ചാലുണ്ടല്ലോ വലിയ അഭിഷേകം. നെല്ലിക്ക തിന്നുന്ന പോലെയാണ്. ആദ്യം കഴിക്കും, പിന്നെ മധുരിക്കും. ഇച്ചിരി കഷ്ടപ്പാടുണ്ടാവും. പക്ഷേ കഷ്ടപ്പെട്ടാലുണ്ടല്ലോ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹം. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ തലയ്ക്കകത്ത് തോന്നും, അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യണോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെയ്താൽ നിലനിൽക്കുന്ന അനുഗ്രഹം നമുക്ക് കിട്ടും. നിലനിൽക്കുന്ന അനുഗ്രഹം. അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ദൈവം അങ്ങനെ പറയൂ? ദൈവം മനുഷ്യരോട് സംസാരിക്കൂ? പ്രിയപ്പെട്ടവരെ, സകല മനുഷ്യരോടും ദൈവം സംസാരിക്കും. ശാന്തമായിട്ടിരുന്ന് നീയൊന്ന് പ്രാർത്ഥിച്ചേ, നിന്നോട് നിൻ്റെ ചെവിയിൽ വന്ന് ദൈവം സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ സാധിക്കും. ചിലരുടെ ചിന്ത, എന്നോടൊന്നും സംസാരിക്കുകയല്ല, വേറെ കുറേ പേരോടാണ്, പ്രാർത്ഥനക്കാരോടാണ്, അച്ഛന്മാരോടാണ്, കന്യാസ്ത്രീമാരോടാണ് ദൈവം സംസാരിക്കുന്നത്. അല്ല, സകല മനുഷ്യരോടും ദൈവം സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, അത് കേൾക്കാൻ നീ നിന്നെ തന്നെ ട്യൂൺ ചെയ്യണം. നമ്മളൊക്കെ റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യാറില്ലേ? റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോന്നിനും ഓരോ വേവ് ലെങ്ത് ഉണ്ട്. അത് കൃത്യമായിട്ട് ട്യൂൺ ചെയ്ത് എങ്കിൽ മാത്രമേ അത് കിട്ടുകയുള്ളൂ. അല്ലാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ റേഡിയോ ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് അത് കിട്ടണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, തരംഗങ്ങൾ സ്വീകരിക്കുന്നത് പോലെ തന്നെയാണ് അത് പ്രക്ഷേപണം ചെയ്യുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളെ ഒന്ന് ട്യൂൺ ചെയ്യണം. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നമ്മളെ തന്നെ ഒന്ന് ട്യൂൺ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കും. ദൈവം പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ കണ്ണും പൂട്ടി അനുസരിക്കുക. മറിയം പറഞ്ഞില്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി. നമുക്ക് പറയാം, ഞാൻ കർത്താവിൻ്റെ ദാസനാണ്. ദൈവം പറയുന്ന കാര്യം കഴിഞ്ഞിട്ട് മതി ബാക്കി ആര് പറയുന്നതും. ദൈവകാര്യങ്ങൾ കഴിഞ്ഞിട്ട് മതി ബാക്കി എല്ലാം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആത്മീയമായി നമ്മൾ വളരുന്നതോടൊപ്പം ഭൗതികമായും മറ്റുള്ളവരുടെ മുമ്പിൽ
നിന്നെ നാണം കെടുത്താതെ കർത്താവ് നോക്കിക്കോളും. ലജ്ജിക്കാനിടയാകത്തക്കവണ്ണം കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നിൻ്റെ പ്രശ്നങ്ങൾ, നിൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങൾ, അത് നിൻ്റെയൊക്കെ ഭാഗ്യത്തിന് അടയാളമായി തീരും. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിച്ചതും ചിന്തിച്ചതുമായ വിഷയം എന്താണ്? എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യപ്പെട്ട ഒരു ജീവിതമായി മറിയത്തെപ്പോലെ ആയിത്തീരാൻ സാധിക്കുന്നത്? ഒറ്റക്കാര്യം ഓർത്തുകൊള്ളുക, ലൂക്കാ സുവിശേഷം 1:45, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് നീ വിശ്വസിച്ചാൽ നിൻ്റെ ജീവിതം ഭാഗ്യപ്പെട്ട ജീവിതമാവും. അതിനുള്ള വിളിയാണ് കർത്താവ് ഈ തിരുവചനത്തിലൂടെ നൽകിയത്. നിൻ്റെ ജീവിതത്തിൽ ഇതുപോലെ അനേക ഭാഗ്യങ്ങൾ സംഭവിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും നീയൊരു ഭാഗ്യവാനാണ്, നീയൊരു ഭാഗ്യവതിയാണ്. ദൈവം നിന്നിൽ ഇനിയും അനുഗ്രഹങ്ങൾ ചൊരിയും. പ്രൈസ് ദ ലോർഡ്.